ഇപ്പോ 12 ദിവസമായി. 12 ദിവസവും നമ്മള് അദ്ദേഹത്തിന്റെ, അതായത് അവിടെ പുഴയിലോ മണ്ണിലോ പെട്ടില്ലാതായ അർജുനന്റെ ആ ഭൗതിക ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേരുക എന്നുള്ളതേ ഉള്ളൂ, രക്ഷ എന്നുള്ള രീതിയിലാണ് എല്ലാ അന്വേഷണങ്ങളും ഇപ്പൊ 12-ാം ദിവസം എത്തി നിൽക്കുന്നത്. ആ ക്യാബിൻ എവിടെയുണ്ടെന്നുള്ള ലൊക്കേഷൻ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 10 കിലോമീറ്റർ, 10 മീറ്റർ ദൂരം, 10 മീറ്റർ താഴെയല്ല, കേവലം 4 മീറ്റർ താഴെ മാത്രമാണ് ആ നദിയിലുള്ള തുരുത്തുപോലെ രൂപപ്പെട്ട മൺകൂനയ്ക്ക് കീഴിൽ. അവിടെ അതുണ്ട്. പക്ഷേ അപ്രതിഹതമായ നദിയുടെ ഒഴുക്കും അതിന്റെ അലകളും അവിടുത്തെ ഒഴുക്കും തിരകളും എല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഏറ്റവും പ്രബലരായിട്ടുള്ള നാവിക നൈപുണ്യമുള്ള ആളുകളെ പോലും, അതുപോലെ തന്നെ നേവിയിലെയും ആർമിയിലെയും ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ പോലും വളരെയധികം അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയാണ് നദിയിൽ നിന്ന് ഏറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി ഇപ്പോ ഗോവയിൽ നിന്ന് ഹൂണ്ടൂൺ എന്നൊരു സംവിധാനം വരിക. ഹൂണ്ടൂൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു തരം പ്ലാറ്റ്ഫോം, ആ ഉലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക, ആടി ഉലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നദി, ആ വലിയ ഒഴുക്കുള്ള ശക്തമായിട്ടുള്ള ഗംഗാ പ്രവാഹം പോലെ ഒഴുകുന്ന ഗംഗാവലി ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാഹസികരായ നേവിയുടെയും ആർമിയുടെയും ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധന്മാർ അതിലോട്ട് കൂപ്പുകുത്തിക്കൊണ്ട് ഈ ക്യാബിനിലേക്ക് എത്തിച്ചേരുക. കാരണം യുദ്ധരംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അങ്ങനെയാണല്ലോ കാർഗിൽ ദിവസമാണ് ഇന്ന്. കാർഗിൽ ദിവസത്തിൽ പോലും പരിക്കേറ്റുകൊണ്ട് പാകിസ്ഥാന്റെ ഭടന്മാരെ തോൽപ്പിച്ചുകൊണ്ട് കാർഗിൽ പിടിച്ച് അവിടെ ഇന്ത്യയുടെ പതാക സ്ഥാപിച്ച ആ മനുഷ്യനെ ഓർമ്മിക്കുന്ന ദിവസമാണ് വിക്രം സിംഗ്. ആ വിക്രം സിംഗിന്റെ ഓർമ്മയുള്ള ദിനത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഒരുങ്ങുകയാണ് അവിടെ ദൗത്യമേറ്റെടുത്തിരിക്കുന്ന പട്ടാളം. അതാണ് ഇന്ന് ഇപ്പൊ നടക്കാൻ പോകുന്ന. രാത്രിയിലോ നാളെ രാവിലെയോ എത്തും. ഇതിനിടയ്ക്ക് ഇതാണ് അതിന്റെ വശം. അതെന്തായാലും ശരി, ആ ക്യാബിനിൽ അർജുന്റെ ദേഹമുണ്ടോ എന്നുള്ള, ജീവനോടുകൂടി ഉണ്ടോ, ഇതൊക്കെ ചുരുള ചെയ്യാൻ പോവുകയാണ്. അവരുടെ ധൈര്യം, അവരിങ്ങനെ മികച്ച ഒരു പ്രകടനം കാത്തിരിക്കുമ്പോൾ ചില കോമാളി ചാനലുകളെ, ചില കോമാളി റിപ്പോർട്ടർമാർ അവിടെ വന്ന് കാട്ടിക്കൂട്ടുന്ന ആ കോമഡി ഷോ ഉണ്ടല്ലോ, അത് അസഹ്യവും ദുസ്സഹവുമാണ്. എന്ന് പറഞ്ഞാൽ അവരങ്ങ് അവിടുത്തെ SP-യോടും കലക്ടറോടും ഒക്കെ പറയാം, ഞങ്ങൾ തീരുമാനിക്കുക എവിടെ നിങ്ങൾ പരിശോധന നടത്തണം. മൺകൂനയ്ക്കടിയിൽ അല്ലാതെ വേറെങ്ങും പോകണ്ട. ലോറുകളുമയായ മനാഫിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ ഒരാള് പറയുകയാണ്, ഇവിടെ വേറെ നിങ്ങളെങ്ങും പരിശോധിക്കേണ്ട, ഇതെല്ലാം അജണ്ട തീരുമാനിക്കുന്ന അവര്. കേരള ഗവൺമെന്റിന്റെ അജണ്ട തീരുമാനിക്കുന്ന അവരാണെന്ന് തോന്നുന്നു. എന്ന് പറയുന്ന പോലെ കർണാടക ഗവൺമെന്റിന്റെ അജണ്ട തീരുമാനിക്കുക. പട്ടാളക്കാർ എന്ത് ചെയ്യണം? അതിവിദഗ്ധരായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു അനുഭവിച്ചു ഒക്കെ പരിചയിച്ചിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം സിദ്ധിച്ച ആൾക്കാരോട് ഈ ചാനലിലെങ്ങാണ്ട് ഏതോ ഒരു പത്രപ്രവർത്തന പ്രസംഗാടകമോ മറ്റോ ഒരു ഡിപ്ലോയും എടുത്തുകൊണ്ട് വന്ന് ചാനലിൽ വന്ന് കയറി ചാനലിൽ ഇമേജ് കണ്ടുകൊണ്ട് തങ്ങളാണ് ലോകമെല്ലാം ഭരിക്കുന്നതെന്നുള്ള ഒരു ഭ്രമകൽപ്പന ഉണ്ടായിക്കൊണ്ട് അവിടെ അവർ തീരുമാനിക്കുക, അജണ്ട അവിടെ അങ്ങ് തീരുമാനിക്കുക. രാഷ്ട്രീയത്തിന്റെ ഈ സെറ്റ് ദി അജണ്ട എന്നാണ് പണ്ട് നികേഷ് കുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അജണ്ട അവരാണ് തീരുമാനിക്കുന്നത്. എന്ത് പരിഹാസ്യമാണിത്! ഇതാണോ പത്രപ്രവർത്തനം? പത്രപ്രവർത്തനം അജണ്ട നിശ്ചയിക്കലാണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഏത് പത്രപ്രവർത്തകനാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് പത്രപ്രവർത്തന അധ്യാപകനാണ് പറഞ്ഞിട്ടുള്ളത്? മണ്ടത്തരങ്ങളുടെ ഒരു കോമാളി ഷോ. അത് കണ്ടു കൈയടിക്കാനും ആളുകളുണ്ടെന്നുള്ളത് പറയാം. ഇന്നിപ്പോ നടന്ന ഒരു സംഭവം, അവിടുത്തെ കളക്ടർ, നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആ കളക്ടർ സ്ത്രീയാണ്. അവരുടെ ബഷീർ എന്ന് പറയുന്ന അവരുടെ ലേഖകൻ, അവരുടെ റിപ്പോർട്ടർ ചോദിച്ച ഒരു ചോദ്യം അത് കേട്ടാണ്. അപ്പോ ഇന്ന് ഗോവയിൽ നിന്ന് ആ യന്ത്രം, അതായത് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കാവുന്ന യന്ത്രം വരുന്നുണ്ടല്ലോ. വന്നു കഴിഞ്ഞപ്പോ അവന്റെ ചോദ്യം ഇതാണ്, ഇംഗ്ലീഷിൽ ചോദിച്ച് അതേപടി ആവർത്തിക്കുക. സോ വി ക്യാൻ ഓവർകം ദ റിവർ. ആ പുഴയെ നമുക്ക് തോൽപ്പിച്ചു കളയാം. എന്തൊരു മണ്ടത്തരം! ഈ ഓവർകം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയത്തില്ല അവന്. ആ യന്ത്രം എന്താണ് ചെയ്യുന്ന അതിന്റെ ദൗത്യം അറിയത്തില്ല. അപ്പോ പൊതുവിജ്ഞാനത്തിന്റെ കാര്യത്തിലും അതുപോലെ അല്ല, ഇംഗ്ലീഷിന്റെ സാമാന്യ ജ്ഞാനത്തിന്റെ കാര്യത്തിലും നമ്മൾ പറയുന്നല്ലോ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കണം എല്ലാ പത്രപ്രവർത്തകരും. സാമാന്യമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണം എങ്കിലും വേണ്ടേ? അതുമില്ലാത്ത ഈ ചോദ്യം, ക്യാൻ ബി ഓവർകം ദ റിവർ? പത്രപ്രവർത്തക സമൂഹത്തിന്, മാധ്യമ ലോകത്തിന് തന്നെ നാണക്കേടല്ലേ ഇമാതിരി ചോദ്യങ്ങൾ പരസ്യമായിട്ട് ചോദിച്ച് ആ ചാനൽ കൊടുക്കാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? തങ്ങളുടെ വിവരക്കേട് പൊതുമധ്യത്തിൽ അറിയിക്കാതിരിക്കാനുള്ള ഒരു നാണമെങ്കിലും സങ്കോചമെങ്കിലും അവർ കാണിക്കണ്ടേ? പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞു എന്തൊരു നാണക്കേട് പത്രപ്രവർത്തകർക്ക്!
കഷ്ടമുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ക്യാൻ ബി ഓവർകം ദ റിവർ. അപ്പൊ ഇത് കളക്ടർ പോലും ചിരിച്ചുപോയി. വളരെ ഗൗരവത്തിലിരുന്ന കളക്ടറെ പോലും ചിരിപ്പിച്ച ഈ കൊമേഡിയനെ ഒക്കെ വെച്ച് പത്രപ്രവർത്തനം നടത്തുന്ന ഈ ചാനലുകൾ സഹിക്കുക അവരുടെ ഉപജീവനത്തിന് വേണ്ടി നടത്തുന്നു. ഇത് അഹങ്കാരത്തോടു കൂടിയാണ്. ഞങ്ങളെ കവിഞ്ഞൊരാരുമില്ല ഇത് പറഞ്ഞ പത്രപ്രവർത്തനത്തിന്റെ അങ്ങേയറ്റത്തെയാണ് ഹരിശ്രീയും അതുപോലെ തന്നെ ആദിയും അന്ത്യവും ഞങ്ങൾ തന്നെയാണ്, ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള മട്ടിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും. അതുപോലെ ഈ പത്രപ്രവർത്തകരൊക്കെ അവിടെ ഒരു ദാരുണമായിട്ടുള്ള ഒരു രംഗത്ത്, അവിടെ നമ്മളൊരു സബ്ലൈമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, സട്ടിലായിട്ട് നിൽക്കേണ്ട ഒരു അന്തരീക്ഷത്തിൽ ഇവർ ഈ വള്ളംകളിയുടെ റണ്ണിങ് കമന്ററി പോലെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ ഇതിവിടെ നടത്തിയിരിക്കും. കഴിഞ്ഞ 12 ദിവസമായിട്ട് കേട്ട് സഹിച്ചിരിക്കുകയാണ്. ആളുകൾ അർജുനെ ജീവനോടെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷകളൊക്കെ മങ്ങലേറ്റ സമയത്ത് ഏറ്റവും നിർണായകമെന്ന് പറഞ്ഞു. ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? ഇതിനൊക്കെ ഒരു ഔചിത്യ ബോധവും ഒക്കെ വേണ്ടേ? ഇങ്ങനെയാണ് ഇവിടെ റിപ്പോർട്ടിംഗ് നടത്തുക. അജണ്ട സെറ്റ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ. ഇങ്ങനെയാണ് ഒരു ദുരന്തം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അത് മനസ്സിലാവുന്നില്ല. അതിന്റെ നായകത്വത്തിൽ റിപ്പോർട്ടറാകൾ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഒരു നിയന്ത്രണം വേണം കേട്ടോ. ഈ ദുരന്ത മുഖത്ത് നിങ്ങൾ ചെല്ലാനേ പാടില്ല. അവിടെ ചെല്ലേണ്ടവർ ചെല്ലട്ടെ. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടത്. ഒരു യുദ്ധമുഖം പോലൊന്ന് തുറന്നിരിക്കുകയാണ്. വാർ റൂം വെച്ച് നടത്തേണ്ട ഒന്ന്. അവിടെ വന്നിട്ട് ഈ വിവരക്കേടുകളെല്ലാം അഴിച്ചു കൊണ്ട് യാതൊരു വിധമായ എഡിറ്റോറിയൽ കൺട്രോളും ഇല്ലാതെ ഇപ്പൊ വാളെടുത്തവനെല്ലാം യോദ്ധാവെന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ആ ചാനലിലിരുന്ന മുഖം കാണിക്കുന്നവനെല്ലാം, ക്യാമറ കയ്യിലുള്ളവനെല്ലാം, അതുപോലെ തന്നെ മൈക്ക് കയ്യിലുള്ളവനെല്ലാം മാധ്യമപ്രവർത്തക സിംഹങ്ങളാണ്, കേസരികളാണ് എന്നുള്ള ഒരു പ്രതീതിയാണ്. പത്രപ്രവർത്തനത്തിന് അഭിമാനമാണ് ഇത്. ഇതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്ന് മാത്രമേ നമുക്ക് സാമാന്യ നിലയ്ക്ക് മനസ്സിലാക്കാൻ തരമുള്ളൂ. ഇത് കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ പറയാനൂ.